രണ്ട് കൂട്ടം ആളുകൾ, പ്രബല വിഭാഗങ്ങൾ രണ്ട് കൂട്ടം ആളുകൾ രണ്ട് രൂപത്തിൽ വാദിക്കുന്നു. എന്താ വാദിക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ പറയുന്നു അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നു. ആര്? യഹൂദികൾ. മറ്റൊരു കൂട്ടം ആൾക്കാർ പറയുന്നു കൊന്നതല്ല, കുരിശിലേറിയതാണ്, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു പുതിയ ജീവിതവുമായി കടന്നു വരും. രണ്ടിനെയും ഖണ്ഡിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിച്ചിട്ടില്ല. വമാ സ്വലബൂഹു, അവർ ക്രൂശിച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സാദൃശ്യമാക്കപ്പെട്ടു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അവരന്വേഷിക്കാൻ വേണ്ടി വിട്ടിരുന്ന ആൾക്ക് ഈസാ നബി അലൈഹി സ്വലാമിന്റെ മുഖസാദൃശ്യത കൊടുത്തപ്പോ ഇതന്നെയാണ് ആള് കുടിച്ചുടി തോന്നി. എന്നിട്ട് അയാളെ ശരിയാക്കി. കഴിഞ്ഞതിന് ശേഷം ആളുകൾ ഇഖ്തിലാഫിലായി, അങ്കലാപ്പിലായി. ഒരു കൂട്ടര് പറഞ്ഞു നമ്മള് കുരിശിലേറ്റിയത് ഈസാ നബി അലൈഹി സ്വലാത്തു. അപ്പൊ മറ്റേ കൂട്ടർ വെച്ചു, എന്നാ മറ്റേ ആളെവിടെയാണ്? അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ അവിടെ. നമ്മൾ വിട്ടിരുന്ന ആളെവിടെയാണ്? അപ്പൊ മറ്റേ വിഭാഗം പറഞ്ഞു അല്ല, നിങ്ങൾ കുരിശിലേറ്റത് അയാളെ അല്ല. അല്ലോ ഇഖ്തിലാഫ്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ. അല്ലാഹു തആല പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖത്ൽ ചെയ്ത, ക്രൂശിച്ച വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായ ആളുകൾ ലഫീ ശക്കിൻ മിൻ, സംശയത്തിലാണ് അവര്. മാലഹും ബിഹി ഇൽമുൻ ഇല്ലത്തിബഅ അള്ളൻ, ഭാവനയോട് അനുമാനത്തോട് പിൻപറ്റുകയല്ലാതെ ഉറപ്പായിട്ടൊരു വിവരവും അവർക്കില്ല. എന്നിട്ട് അല്ലാഹു തീർത്തു പറഞ്ഞു, വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായിട്ടും ഈസാ നബിനെ അവർ കൊന്നിട്ടില്ല. പിന്നെ എന്തായി? ബർറഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹു ഉയർത്തി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു ഉയർത്തി. വകാന അല്ലാഹു അസീസൻ ഹകീമാ, അതിന് യോഗ്യതയും യുക്തിയും കഴിവുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു ഉയർത്തി. ആളുകൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ പലരും. ആ രണ്ട് ചർച്ചയും ശരിയല്ല. കൊന്നു എന്നുള്ള ചർച്ചയും ശരിയല്ല, ക്രൂശിച്ചു എന്നുള്ള ചർച്ചയും ശരിയല്ല. പിന്നെ അങ്ങനെ ഒരു പുനർജീവിതവുമായിട്ട് വരും എന്നുള്ളത് സുവിശേഷങ്ങളിലായിട്ട് പിന്നീട് അത് തിരികെ കയറ്റിയതാണ്. അങ്ങനെ ഒരു ഇഞ്ചിയിലുമില്ല, ഒന്നിലുമില്ല. അത് പിന്നെ പകർത്തി എഴുതുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഒക്കെ മാറ്റിമറിച്ചിട്ട് അവരെ വക അവരെഴുതി വീർത്തെഴുന്നേറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ആള് മൗത്തായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, എല്ലാവരെയും ശ്രദ്ധിപ്പിക്കുന്ന രൂപത്തിൽ ഒരു ആയത്ത്, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി. ജൂത നസാറാക്കളിൽ നിന്ന് എല്ലാവരും ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കും. ഖബ്ല മൗതിഹി, ഈസാ നബിയുടെ മൗത്തിന്റെ മുമ്പ്. അങ്ങനെ നേരത്തെ നടന്നിരുന്നെങ്കിൽ അതിന് ശേഷം യഹൂദി നസാറ വന്നിട്ടില്ലേ? ഉണ്ട്, പലരും ഉണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ട് യഹൂദികളുണ്ട്, നസാറാക്കളുണ്ട്. രണ്ടു കൂട്ടത്തിൽ നിന്നും നബി തങ്ങളെ വിശ്വസിച്ച ആൾക്കാരില്ലേ? ഉണ്ട്. യഹൂദികളിൽ നിന്ന് തങ്ങളെ വിശ്വസിച്ച് വലിയ ശക്തി തങ്ങൾക്ക് പകർന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. രണ്ടു കൂട്ടരിൽ നിന്നുണ്ട്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം നേരത്തെ വഫാത്തായി പോയി എന്നാണെങ്കിൽ പിന്നെ ഈ ആയത്ത് എന്ത് ചെയ്യും? ഈ ആയത്തിൽ പറഞ്ഞത് ഈസാ നബിന്റെ വഫാത്ത് നടക്കുന്നതിന് മുമ്പ് എല്ലാ അഹ്ലി കിതാബും ജൂത നസാറാക്കളും വിശ്വസിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അന്ന് വന്നിട്ടില്ലല്ലോ, പിന്നീട് കുറെ ആൾക്കാർ വരുന്നില്ലേ? അതാണ്. മഹാനവറുകളുടെ വഫാത്ത് നടന്നിട്ടില്ല, ഇനി വരുന്നേ ഉള്ളൂ. ആ വരവിനെ സംബന്ധിച്ച് ആ ടൈമിൽ തന്നെ മഹാനവറുകളെ ഇറക്കിയത് എന്തിനാണ്? അതിന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് 3 ന്യായങ്ങളാണ് പറയുന്നത്. ഒന്ന്, ജൂതന്മാര് കൊല്ലാൻ വിചാരിച്ചു, കുരിശിലേറ്റാനും വിചാരിച്ചു. അങ്ങനെ അവർ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതിന് കഴിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉയർത്തി. എന്നിട്ട് പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊന്നും എവിടെയും ഒരു ഉയർച്ചയും ഒരു വളർച്ചയും ഒരു വികസനവും കിട്ടാത്ത ടീമായിട്ട് യഹൂദികൾ മാറി അല്ലേ? ലോക ചരിത്രത്തിൽ ഇന്നേ അങ്ങനെ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ. സത്യത്തിൽ ഇപ്പോൾ അവർക്ക് ഏറ്റവും അപജയത്തിന്റെ ഒരവസ്ഥയാണ്
ഇസ്രയേലിലും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ എവിടെ അവർ പ്രവേശിക്കുന്നുണ്ടോ അവിടെയൊക്കെ അവർക്ക് പരാജയങ്ങളാണ്. നിങ്ങൾ പോയി നോക്കി, ഓരോ ഇസ്രയേൽക്കാരന്റെയും വീടിന്റെ മുന്നിൽ ഒരാൾ തോക്കിയിട്ടുണ്ടാവും. പോയി നോക്കിയറിയാം. നമ്മൾ പോയപ്പോ കണ്ട കാഴ്ചതാണ്. എല്ലാരും പേരുടെ മുന്നിൽ ഫലസ്തീന്റെ പേരുടെ മുന്നിൽ ആര് തോക്കിയിട്ട് ആരുമില്ല. ഒന്നിനെയുള്ളൂ ഓനാലല്ല ഒരു പിടിച്ചു വെക്കുമ്പോൾ ആയില്ലാതെ മരിക്കും, അല്ലെങ്കിൽ ഇസ്സത്തോടെ ജീവിക്കും. പോരാടാൻ കഴിയും, പോരാടും. അല്ലാണ്ട് അവരെ പേടിന്റെ ഊക്കാണത്. അല്ലാണ്ട് ഓരോ വീടിന്റെ മുന്നിൽ ഓരോരുത്തരിങ്ങനെ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ആൾക്കാർക്കും മരണല്ലേ. ചെറിയ വീടുള്ളത്. നമ്മളിങ്ങനെ സൂയസ് കനാൽ കടന്നിട്ട് ഇങ്ങനെ ഇസ്രയേലിലേക്ക് വരുമ്പോ ആ റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ വലിയ വലിയ തുരങ്കങ്ങൾ കാണും. അവിടെ വലിയ കമാനങ്ങൾ, സ്തൂപങ്ങൾ കാണാൻ കഴിയും, തൂണുകൾ. ആ തൂണുകൾക്ക് ഓട്ടകളുണ്ട്. ആ ഓട്ടകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അതിൽ കാണുന്ന തോക്കിന്റെ തലയാണ്. അവരിങ്ങനെ കാത്തിരിക്കണം, മഹാപേടിയിൽ ആരോ വരുമോ എന്ന് കരുതിയിട്ട്. എത്ര നേരം കാത്തിരിക്കണം? അവർക്ക് വലിയ പേടിയാ. അങ്ങനെ ഞങ്ങൾ ഇസ്രയേലിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് വേണം ഫലസ്തീനിലേക്ക്. അതിന്റെ ഇടയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റില് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമുള്ള ഉസ്താദുമാരൊക്കെ അപ്പുറത്തേക്കാക്കി, പ്രായം കുറഞ്ഞവർ ഇപ്പുറത്ത് നിർത്തി. അവർക്ക് പേടി മാറില്ല. യഥാർത്ഥ രേഖക്കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് പോയത്. എംബസി എന്നറിയാതെ അവിടെ പോകാൻ കഴിയും ഇല്ലല്ലോ. പക്ഷെ എന്നാലും അവർക്കൊരു പേടി, ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്താണോ എന്നൊരു പേടി. വെറുതെ 2-3 മണിക്കൂറിന്റെ ഉള്ളിൽ കുറെ അന്വേഷണക്കാരൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടും വിടുക. ഓരോരുത്തർ വിളിച്ച് അന്വേഷിക്കുക, എന്തിനാ പോകുന്നത്, എന്താ പേര്, എന്താ നാട്, എവിടെ, എന്താ ജോലി, ഒക്കെ അതിലില്ലേ. അഡ്രസ് അടക്കതിലില്ലേ. ഒന്ന് ബട്ടൺ അമർത്തിയാൽ കിട്ടൂല എല്ലാ ഡീറ്റെയിൽസും. പേടി സമ്മതിക്കണ്ടേ. അതിനിടയിൽ നമ്മളവിടെ ഇരിക്കുമ്പോ കാണുന്ന കാഴ്ചയാണ്, അതേ ഭാഗം മുറിച്ചു കടക്കാൻ വേണ്ടി ഫലസ്തീനികൾ വരുമ്പോ അവരെ പാസ്പോർട്ടും കൊടുത്ത് 1 മിനിറ്റ് താമസിക്കാതെ വാങ്ങിയിട്ട് അവര് പോകുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ പോകുന്നുണ്ട്. അവരെ തടഞ്ഞു നിർത്തുന്നില്ല. ഈ സിയാറത്തിന് വരുന്ന, വിസിറ്റിന് വരുന്ന ആൾക്കാരൊക്കെ തടഞ്ഞു നിർത്തുകയാണ്. അതിലവർ പേടിയാണ്. ആ പേടി ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ദജ്ജാൽ വെളിവാകുമ്പോ ദജ്ജാലിന്റെ കൂടി ഏറ്റവും നന്നായി ബയ്യത്ത് ചെയ്യുന്ന ആൾക്കാർ, ദജ്ജാലിനെ യഹൂദികളൊന്ന് ശക്തിപ്പെടുത്താനാ വരുന്നത്. യഹൂദികളൊന്ന് മിനുക്കി അവരൊന്ന് പരിഷ്കരിച്ച് ശക്തിപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ മുസ്ലിങ്ങളെ എല്ലാ നിലക്കും അടിച്ചമർത്താനും മുസ്ലിങ്ങളെ ഒന്നായിട്ട് തകർക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവരിങ്ങനെ വരുമ്പോ അവർ ബാക്കിയുള്ളവരോട് പറയും, നിങ്ങൾക്കറിയോ ഞങ്ങളെപ്പറ്റി, ഞങ്ങൾ ഈസാ നബിനൊക്കെ കൊന്ന ആൾക്കാരാണ്. യഹൂദികൾ പറയും, കാരണം ക്യാപ്റ്റനായ ദജ്ജാൽ മുന്നിലുണ്ടല്ലോ, കൊന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങളടക്കം എല്ലാവരെയും ഇനി ഒരു രക്ഷാകേന്ദ്രവും ഇല്ലാത്ത രൂപത്തിൽ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും എന്ന് വീമ്പൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്. അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ പൊളിഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാമിനെ ഞങ്ങൾ കൊന്നിട്ടുണ്ടെന്നൊക്കെ അവരിങ്ങനെ വീമ്പ് പറയാണ്. അപ്പൊ അവരാ പറച്ചിലും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് യഹൂദികൾക്ക് ഒന്നായിട്ട് ബോധ്യപ്പെടുന്ന രൂപത്തിൽ, അവരെ അധപ്പതനം ബോധ്യപ്പെടുന്ന രൂപത്തിൽ മനസ്സിലാക്കാനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. കാരണം മുന്നിൽ നിൽക്കുന്ന നേതാവാരാ? ദജ്ജാലാണ്. ഈസാ നബി അലൈഹി സ്വലാം ആദ്യം ഗേറ്റ് തുറന്ന് കാണുമ്പോ പിന്നാലെ 70,000 ആൾക്കാരുണ്ട്. യഹൂദികളാണോ? മൂപ്പരിങ്ങനെ വന്ന് നമ്മൾ കൊന്നതല്ലേ അവർ വയ്ക്കൂലേ? പിന്നെ അവർ ഓടുന്ന ഓട്ടം, യഹൂദികൾ ഓടുന്ന ഓട്ടം ചെറിയ ഓട്ടമൊന്നുമല്ല. കാണുന്ന ചുമരും കല്ലും ഒക്കെ മറയാക്കി ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്, ഓടിപ്പോവുകയാണ് അവർ. അപ്പൊ അവർക്ക് ഒരു തിരിച്ചടി നൽകാനാണ് ആ ടൈമിൽ തന്നെ അള്ളാഹു കൊണ്ടുവരുന്നത്. ഒന്ന്. രണ്ടാമത്തത് ഒരു ന്യായം പറയുന്നത്, അത് ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള അവധി ആയതുകൊണ്ട് ഇറക്കുകയാണ്. കൂട്ടത്തിൽ ദജ്ജാലി മറ്റൊക്കെ വകവരുത്താണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വളർന്നത് എവിടെ? ഭൂമിയിലല്ലേ. അതുകൊണ്ട് വഫാത്ത് നടക്കേണ്ടത് എവിടെ തന്നെയാണ്? ഭൂമിയിലാണ്. അപ്പൊ അതിന്റെ ടൈം ആയപ്പോ അള്ളാഹുത്തല ഇങ്ങോട്ട് ഇറക്കിയതാണ്. ബാക്കിയുള്ള ആളുകൾക്ക് നിസ്കരിച്ചിട്ടും മറവ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഇറക്കിയതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ കൂട്ടത്തിൽ വെറുതെ വരണ്ടല്ല, വരവ് കൂട്ടത്തിൽ പണി ഉണ്ടാണല്ലോ, എന്നൽക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാം. അതല്ല മൂന്നാമതായി പറയുന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഞ്ചീലിൽ ഏറെ മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത വിഷയമാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിന്റെ പദവിയും ശ്രേഷ്ഠതയും. അത് മനസ്സിലാക്കിയിട്ട് അന്ന് നമ്മളെ പറ്റിയിട്ട് ഇഞ്ചീലിലും തോറാത്തിലും ഉണ്ട്. നമ്മളെ പറ്റി പറഞ്ഞാൽ നബിതങ്ങളെ പറ്റി മാത്രമല്ല, അങ്ങനെ ദാലിക മസലുഹും ഫി തൗറാത്തി വ മസലുഹും ഫിൽ ഇൻജീൽ, അത് ഉമ്മത്തിനെ പറ്റിയാ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ പറ്റി, ഉമ്മത്തിനെ പറ്റി തൗറയിലുണ്ട്, ഇൻജീലിലുണ്ട്. ഉദാഹരണ സഹിതമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്.
ആയത്ത് ഞാൻ വിശദീകരിക്കല്ല. തൗറാത്തിൽ പറഞ്ഞ ഉദാഹരണം ഒന്ന് വേറെ, ഇഞ്ചിയിൽ പറഞ്ഞ ഉദാഹരണം രണ്ടും ഈമാനും അമലുമായി ബന്ധപ്പെട്ടതാണ്. ഇരിക്കട്ടെ, അപ്പൊ ഇത്രയും വലിയ മഹത്വമുള്ള ആളുകളെ വായിച്ചപ്പോ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അള്ളാഹുവേ ആ ഉമ്മത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്നായിരുന്നു. അതിന് അള്ളാഹു തആല ഉത്തരം ചെയ്തു. ഉത്തരം ചെയ്തിട്ട് അള്ളാഹു തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുകളിലേക്ക് ഉയർത്തി. ആഖിർ സമാൻ വരെ അവിടെ താമസം. ഇനി താഴോട്ട് വരുന്നു. വിശുദ്ധ ഇസ്ലാമിന്റെ പാഠങ്ങൾ ഒന്നുകൂടി പഠിപ്പിക്കാനും പരിഷ്കരിക്കാനും വേണ്ടി ഒരു മുജദ്ദിദായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്. പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനല്ല, ഉള്ള നിയമങ്ങൾ തന്നെ നല്ല ഭംഗിയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ പഠിപ്പിച്ച് എവിടെങ്കിലൊക്കെ ഇല്ലാതെയായിപ്പോയ വിഷയങ്ങളൊക്കെ ഒന്ന് പരിഷ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിതാബും സുന്നത്തുമായിട്ട് ദീന് നിലനിർത്താനും ഒന്ന് പരിഷ്കരിക്കാനുമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്. എന്ന് വെച്ചാൽ നബിതങ്ങളെ അനുയായികളെ കൂട്ടത്തിൽ ചേരാൻ ഉള്ള വരവാണ് എന്നർത്ഥം. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല കേട്ടോ, വേറെ എന്ത് വരുന്നിട്ടുണ്ട്. ഖുർആനിൽ തന്നെ കാണാം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളെ ഉമ്മത്തിന് ഏറ്റവും നല്ല ഗ്രേഡ് തരാം, ഏറ്റവും 1-ാം നമ്പർ സ്ഥാനം നിങ്ങളെ ഉമ്മത്തിന് തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. തൗറാത്ത് ഒന്ന് കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. തൗറാത്ത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹു തആല ഈ ഉമ്മത്തിന് കുറച്ചാൾക്കാരൊന്നല്ലോ, ഒരുപാടില്ലേ, 12 അരുവികൾ ഒരു പാറക്കല്ലിൽ നിന്ന് ഒഴുകുന്നത് 12 ഗോത്രങ്ങളിലേക്കാണ്. അത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, കുറച്ചൊന്നല്ല. അപ്പൊ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ ഉമ്മത്തിന് അല്ലാഹു തആല ഏറ്റവും നല്ല പദവി തരും, പക്ഷെ ഒരു കാര്യം അള്ളാഹു ഉണർത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചപ്പോ പറഞ്ഞു, തൗറാത്ത് കാണാതെ പഠിക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു മൂസാ നബിയോട്, മൂസാ നബിയെ നിങ്ങളൊരു കാര്യം ചെയ്യും, കണ്ടിട്ട് ഓതാൻ തന്നെ ഇപ്പൊ നേരല്ല, ഇനിയപ്പോ കാണാതെ പഠിക്കുന്നത് അതിനൊന്നും കഴിയില്ലെന്നോ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, എങ്കിൽ ആ പദവി ഞാൻ നീക്കി വെക്കുന്നത് ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്ത്, ഉത്തമ സമുദായം എന്ന പദവി ഞാൻ കൊടുക്കുന്നത് ശേഷം വരുന്ന നബിക്കായിരിക്കും, ആ നബിന്റെ ഉമ്മത്തിനായിരിക്കും. അപ്പൊ ആരാണത് എന്ന് ചോദിച്ചു. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മറുപടി കൊടുത്തു, അതിൽ എന്നെയും പെടുത്തണേ, ആ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് മൂസാ നബി അലൈഹി സ്വലാം ദുആയിരുന്നു. അതില് ആ സ്ഥാനത്തിൽ നിങ്ങൾക്ക് ചേരാൻ കഴിയൂല, പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടാകും. ആ ഖുർആൻ പറയുന്നത് വമിൻ ഖൗമി മൂസ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖ് വബിഹി യഅദിലൂൻ. മൂസാ നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ച് നടക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ. അപ്പൊ ആ ഉമ്മത്തിൽപ്പെട്ട ഒരു ടീമിന് നബിതങ്ങളെ കാണാനും വിശ്വസിക്കാനും അല്ലാഹു തആല ഭാഗ്യം കൊടുത്തു. അത് അന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ആഗ്രഹത്തിന് അല്ലാഹു തആല കൊടുത്തൊരു സമ്മാനമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചാണ് അവർ നടക്കുന്നത്, തൗറാത്ത് അനുഷ്ഠിച്ചാ ജീവിക്കുന്നത്. ആ ആളുകളെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾക്ക് ഈ ഉമ്മത്തിൽ പെടാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദുആ ദുആയിരുന്നത് കൊണ്ട് അല്ലാഹു തആല അതിന് ഉത്തരം കൊടുത്ത് ആ ടൈമിൽ ഇങ്ങോട്ട് ഇറക്കാണ്, താഴോട്ട് ഇറക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമയമാകുമ്പോൾ അല്ലാഹു തആല താഴോട്ട് ഇറക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ശേഷം ഇവിടെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളുണ്ട്. ഒരുപാട് ഹദീസുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ആദ്യം വന്ന് ദജ്ജാലിനെ വകവരുത്തുകയാണ്. ദജ്ജാൽ ഓടും, ഓടിയിട്ട് ആ ദജ്ജാലിനെ പിടികൂടും ബാബുലുദ്ദിൽ വെച്ച്, അഥവാ ഷാമിന്റെ ഒരു ഭാഗത്ത്, ഫലസ്തീനിന്റെ കിഴക്ക് ഭാഗത്ത് ബാബുലുദ് എന്നൊരു പ്രദേശം, അവിടെ വെച്ച് പിടികൂടി അവനെ വകവരുത്തും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അല്ലാഹു തആല അതിന് കഴിവ് കൊടുക്കുന്നത്. അയാൾ പണി തീരലോടെ ജൂതന്മാര് നട്ടോട്ട് കൊടുക്കും, പല ഭാഗത്തേക്കും. ജൂതന്മാർ എവിടെയെല്ലാം ഒളിച്ചിരിക്കുന്നുണ്ടോ എല്ലാ കല്ലും, എല്ലാ മരവും, എല്ലാ മതിലും ഒക്കെ വിളിച്ചു പറയും, യാ അബ്ദല്ലാഹ് അൽ മുസ്ലിം ഹാദാ യഹൂദിയുൻ ഫതആൽ ഉഖ്തുൽഹു. ഇവിടെ ഒരു യഹൂദി ഉണ്ട്, അവനെ കൊന്നേക്ക്. പക്ഷേ ഇല്ലൽ ഗർഖദ്, ഗർഖദ് അങ്ങനെ പറയൂല എന്നാണ്. അത് യഹൂദിയുടെ മരമാണ്. യഹൂദികൾ കൂടുതലായി ഇസ്രയേലിൽ നട്ടുപിടിപ്പിച്ചത് നേർക്കുനേരെ കാണെങ്കിൽ പോയൊക്കെ കാണും. അത് വലിയ ഉയരമുള്ള മരമൊന്നുമല്ല, ഏകദേശം ഈ തൂണിന്റെ അത്ര നീട്ടുണ്ടാവും, പിന്നെ അങ്ങോട്ട് ഇലകളും ഉണ്ടാവും. അതെമ്പാടും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതും തെരഞ്ഞു പിടിക്കും, രക്ഷ ഉണ്ടാകൂല. യഹൂദികൾ നെട്ടോട്ട് ഓടി, അവർക്ക് ഏറ്റവും കനത്ത പരാജയം അതുകൊണ്ട് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
വിശ്വസിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുകയും തങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുകയും ചെയ്ത ആളുകൾ ലോകത്ത് മുശ്രിക്കുകളല്ല, മുനാഫിക്കുകളും അല്ല, യഹൂദികളാണ്. അന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ ആകെ ഇവിടെ താമസിക്കുന്നത് 7 വർഷമാണ്. 33-ാമത്തെ വയസ്സിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മേലോട്ട് ഉയർത്തി. പിന്നുള്ളതൊന്നും വയസ്സായി കൂട്ടില്ല. വയസ്സ് കൂടണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മേലോട്ട് കയറിക്കൊള്ളി. അല്ല പിന്നെ എങ്ങനെ എത്ര വയസ്സ് കൂട്ടിയാൽ മതി? ഇനി 7 വയസ്സ് ബാക്കിയുണ്ട്, അതിവിടെ വന്ന് പൂരിപ്പിക്കും. 7 വർഷം നീതിപൂർണമായ നല്ല ഭരണം. ആ ദിവസങ്ങളെ പറ്റി തങ്ങൾ പറഞ്ഞപ്പോ ഹദീസിൽ പറഞ്ഞു, ഈസാ നബിയുടെ ദിവസങ്ങൾ 40 വർഷമാണ്. അതിലെ വർഷത്തിന് നേരത്തെ പറഞ്ഞ ഒരു മാറ്റമുണ്ട്. ദജ്ജാലിന്റെ വർഷത്തെ പറ്റി പറഞ്ഞില്ലേ, അല്ല ദിവസത്തെ പറ്റി 40 ദിവസം. അതിൽ 1-ാമത്തെ ദിവസത്തിന് ഒരു വർഷത്തിന്റെ ദൈർഘ്യം. ഇവിടെ നേരെ തിരിച്ച, ഇവിടെ ചുരുങ്ങാണ്. ടൈം ഇങ്ങനെ അടിച്ചു മിനിപ്പോകും. 24 മണിക്കൂർ തന്നെ. പക്ഷെ എത്ര പെട്ടെന്നാ തീർന്നറിയില്ല. ഒരു വർഷം അരക്കൊല്ലം പോലെ അടച്ചോനെ തീരാണ്. പിന്നെ വസനത്തു മറ്റൊരു വർഷം കശഹിരി ഒരു മാസം പോലെ. വശഹ്റു ഒരു മാസമോ കൽ ജുമുഅത്തി ഒരാഴ്ച പോലെ. വാഖിറു അയ്യാമിഹി അവസാനത്തെ ദിവസങ്ങൾ കശററത്തി തീപ്പൊരി പോലെ. തീപ്പൊരി ഇങ്ങനെ പൊന്തി കുറച്ച് ഞാൻ കാണും. വേഗത്തിൽ സമയങ്ങളൊക്കെ അത്രയും പെട്ടെന്ന് കടന്നു പോകും. യുസ്ബിഹു അഹദുക്കും അലാ ബാബിൽ മദീന, നിങ്ങളിൽ ഒരാൾ മദീനയിൽ ഒരു ഗേറ്റിലെത്തും. ഫലാ യബ്ലുഗു ബാബഹൽ ആഖർ, മറ്റേ ഗേറ്റിലെത്തുമ്പോഴേക്ക് ഹത്തായും ചെയ്യാ വൈകുന്നേരമായിട്ടുണ്ടാകും. മദീനക്കന്ന് 7 ഗേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഇന്നലെ നമ്മൾ വിശദീകരിച്ച് 7 കവാട ഗേറ്റ് ഉണ്ടാവും. അത്ര ദൂരമൊന്നുമില്ല. ഒരു ഗേറ്റ് കടന്ന് അടുത്ത ഗേറ്റിലെത്തുമ്പോഴേക്ക് വൈകുന്നേരമായി. അടച്ചോനെ, ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന്റെ സംശയം പഴയ തന്നെയാണ്. കൈഫ നുസല്ലി ഫീ തിൽക്കൽ അയ്യാമിൽ ഖിസാർ, ചുരുങ്ങിയ ആ സമയങ്ങളിൽ ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കണം? അവരെല്ലാ വിഷയവും നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാഹു നിസ്കാരം നിലനിർത്തുന്നവരും നമ്മളെയും നമ്മളെ കുടുംബത്തെയും ബന്ധുക്കളെയും ഉൾപ്പെടുത്തി തരട്ടെ. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽ. നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ വിജയിക്കാൻ കഴിയില്ല. അയ്യോ, അതല്ലേ വെള്ളിയാഴ്ച നമ്മളൊക്കെ ഇമാമിന്റെ കൂടെ ചേർന്ന് ഓതും ചില ആൾക്കാരൊക്കെ. ഖദ് അഫ്ലഹ മൻ തസക്ക, ബാക്കി വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. വിജയിക്കുന്നവർക്ക് അല്ലാഹു തആല ആദ്യം പറഞ്ഞു മൻ തസക്ക, ഈമാനാണ്. ഖൽബൊക്കെ ശുദ്ധമാക്കി ശുദ്ധീകരിച്ച് വിശ്വാസം സ്വീകരിച്ചു. വദക്കറ സ്മ റബ്ബിഹി നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞു, മനസ്സിൽ മാത്രം പോരല്ലോ. പിന്നെ അല്ലാഹു പറഞ്ഞ ഒരു കർമ്മം ഫസല്ല, നിസ്കരിക്കുകയും ചെയ്തു. കാരല്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ല. പ്രയാസം, വളരെ പ്രയാസം. ഞാൻ അള്ളാന്റെ മഹദ് ഫദ്ൽ കൊണ്ടെങ്കിൽ തട്ടിവിട്ടെങ്കിലായി. നമ്മളെ കാഴ്ചപ്പാടില് ശരീഅത്തിന്റെ ഇതിനനുസരിച്ച് ജയിക്കാൻ കഴിയില്ല. നിസ്കരിക്കാത്തവനൊരു വലിയില്ല. നിസ്കരിക്കാത്തൊരു മനുഷ്യങ്ങനെ വരുന്നു. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലാതെ വിശന്ന് ഒന്നും കിട്ടാതെ നിൽക്കുകയാണ്. നിസ്കരിക്കാത്തവനാ മുന്നിൽ വരുന്നെങ്കിൽ നായെപ്പോലും തിന്നൽ ഹലാലായ ഒരു സന്ദർഭമാണ്. അയാൾ മരിച്ചുപോകും, പട്ടിണിയുണ്ട്. ഒരു നായ എങ്ങനെ വരുന്നു. അപ്പൊ ആ നായനെ പിടിച്ച് ഒരു ഭാഗം മുറിച്ച് ജീവൻ നിലനിൽക്കാൻ, ടേസ്റ്റ് വെക്കാനല്ല, ജീവൻ നിലനിൽക്കാൻ മാത്രം ഭക്ഷിക്കാം. നായനെ ഇയാളിങ്ങനെ പിടിച്ചപ്പോൾ നിസ്കരിക്കാത്തവനെ ഉണ്ടെങ്കിൽ നായനെ വിട്ടിട്ട് ഓനെ പിടിക്കണം. എന്നിട്ട് ഓന്റെ കാലം വന്ന് നല്ലൊരു ഇറച്ചിങ്ങനെ മുറിച്ചെടുത്തിട്ട് പിടിയേക്കണം. നിങ്ങൾ നോക്കാൻ ആ നായന്റെ പരിഗണന നിസ്കരിക്കാത്തവനില്ലല്ലോ. ശരീഅത്തിന്റെ നിയമാണത്. നിസ്കരിക്കാത്തവന് അത്രയും ദൂരം പരിഗണന അല്ല. എന്താ പരിഗണന ഉള്ളത്? ഏത് നിലക്കാ പരിഗണന ഉള്ളത്? അപ്പൊ ആ സ്വഹാബത്തിന്റെ ചോദ്യം ഈ സംഭവം പറഞ്ഞപ്പോഴും ദജ്ജാലിന്റെ സംഭവം പറഞ്ഞപ്പോഴൊക്കെ രണ്ടും ഒരേ ചോദ്യമാണ്. കൈഫ നുസല്ലി ഫീ തിൽക്കൽ അയ്യാം, ഈ ചുരുങ്ങിയ സമയങ്ങളിൽ ഞങ്ങൾ എങ്ങനെ നിസ്കരിക്കും? തങ്ങൾ പറഞ്ഞു തഖ്ദുറൂന ഫീഹാ, നിങ്ങൾ അതിൽ ടൈം കണക്കാക്കണം. അസ്വലാ, നിസ്കാരം ടൈമിൽ കണക്കാക്കിയിട്ട് കമാ തഖ്ദുറൂനഹാ ഫീ ഹാദിഹിൽ അയ്യാമി ത്വിവാൽ. നേരത്തെ ദജ്ജാലിന്റെ സമയം പറഞ്ഞപ്പോ ഒരു ദിവസത്തിന് ഒരു വർഷത്തെ ദൈർഘ്യം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ആ നീളത്തിൽ നിസ്കാരം കുറെ കണക്കാക്കിയില്ല, ഒരു വർഷത്തെ നിസ്കാരം. അതേപോലെ ഇവിടെ ഒരു വർഷത്തെ നിസ്കാരം ഓരോ ടൈം അനുസരിച്ച് കണക്കാക്കിയിട്ട് നിസ്കരിക്കണം. രണ്ടും വർഷത്തെ നിസ്കാരം തന്നെ ഉണ്ടാകൂലേ? ഓ, ഉണ്ടാവും. അതെ, അതെങ്ങനെ നടക്കും? അതെങ്ങനെയാണ്? ചിലപ്പോ നീണ്ടുപോകും. ഇപ്പൊ നോക്കി, ഞാനൊരു ഉദാഹരണം പറയാം. കുറെ വിശദീകരിക്കാൻ ടൈമില്ല. നമ്മളെ നാട്ടിൽ ഇപ്പോ ഏകദേശം ഒരു രാവും പകലൊക്കെ ഒരു വലിയ വ്യത്യാസമില്ലാതെ അങ്ങനെ പോകും അല്ലെ?
റമളാൻ മാസം വന്നാലും ചിലപ്പോൾ ചെറിയൊരു കൂടുതലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 13 അല്ലെങ്കിൽ 13.5 ഇനി പേറിപ്പോയ 14 ഇങ്ങനെയൊക്കെ പകല് പോകുള്ളൂ. അപ്പുറം ഒന്നും പോകില്ല. അങ്ങനെ നമ്മുടെ നാട്ടിലെ അവസ്ഥകളൊക്കെ അങ്ങനെ. എപ്പോഴും അങ്ങനെയല്ല, ഇപ്പം നടന്നുപോണ അവസ്ഥ അങ്ങനെ. എന്നാ ലോകത്ത് വേറൊരു ഭാഗമുണ്ട്, അവിടെ പകല് കൂടുതലാണ്, രാത്രി കുറവാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം അവർ നോമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു 22 മണിക്കൂർ. നമ്മളൊക്കെ കൂലി ചെയ്ത് തീർക്കല്ലേ, നടന്ന തന്നെ 2 മണിക്കൂർ അവർക്ക് രാത്രി ഉണ്ട്. ആ 2 മണിക്കൂറിനിടയിൽ പോലെ നോമ്പറയും മഗ്രിബും ഇശാവും അത്തായും മുത്തായും ഒക്കെ കഴിയും, തറാവീഹും. അല്ലാഹ്, കാരണം അവിടെ ആ രൂപത്തിലാണ് പകലുള്ളത്, രാത്രി കുറവാണ്. ചില സ്ഥലത്ത് അങ്ങനെയാണ്, രാത്രി കുറവുണ്ടാകും, പകല് കൂടുതലുണ്ടാകും, പകല് കുറവുണ്ടാകും, രാത്രി കൂടുതലുണ്ടാകും. അത് വിവിധ ഭാഗങ്ങൾക്കനുസരിച്ച് അങ്ങനെ ഉണ്ടാകും. ഇത് സമയങ്ങളിലുള്ള ആ ഒരു ബർക്കത്തിന്റെ കുറവ് കൊണ്ട് സമയം ഇങ്ങനെ എളുപ്പത്തിൽ ലാസ്റ്റ് ഘട്ടത്തിലേക്കല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈർഘ്യം തോന്നുന്ന രൂപമുണ്ട്, കുറവ് തോന്നുന്ന രൂപം, രണ്ടും വരും. 2 രൂപത്തിലും നിശ്ചിത നിസ്കാരങ്ങളെ കണക്കാക്കിയിട്ട് നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹക്കമൻ മുഖ്സിതൻ ഹക്കമൻ അദ്ലൻ വ ഇമാമൻ മുഖ്സിതൻ, എന്റെ ഉമ്മത്തിൽ വരുന്നത് നല്ല നീതിമാനായ ഒരു വിധികർത്താവായിട്ട്, നീതി പഠിപ്പിക്കുന്ന ഒരു നേതാവായിട്ട് വരും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കും? യദുഖുസ്സലീബ്, ഒന്നാമതായി പരിഷ്കരണ പ്രവർത്തനങ്ങൾ. 1, കുരിശുകളൊക്കെ പൊടിപൊടിയാവും. ഈ കുരിശിലല്ലേ നേരത്തെ ക്രൂശിച്ചു എന്ന് പറയുന്നത് അല്ലേ? ഈ കുരിശിലല്ലേ ക്രൂശിച്ചു എന്ന് നേരത്തെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം കുട്ടിവെച്ചത്. ഇനി എന്തിനാ കുരിശ്? അത് മുഴുവനും പൊടിപൊടിയാവും. യസ്ബഹുൽ ഖിൻസീർ, ആ കുരിശിയെ നിന്ന് ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പന്നി. പന്നി നിർമാർജനം അന്നത്തെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട ബില്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ പന്നിയെ എല്ലാ ഭാഗത്തു നിന്നും തുടച്ചു നീക്കുന്ന, പന്നിയെ ഭക്ഷിക്കൽ ഹറാമാക്കി പ്രഖ്യാപിക്കും. എവിടെയും കിട്ടാത്ത രൂപത്തിൽ, ഭക്ഷിക്കാൻ കിട്ടാത്ത രൂപത്തിൽ അതിനെ വധിച്ചു കളയും. ലക്ഷ്യം എന്താണെന്നറിയോ? ക്രൈസ്തവരുടെ ആശയങ്ങളെ തകർക്കുക എന്നതാണ്. അവരാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ക്രൂശിച്ചു എന്ന ഏറ്റവും വലിയ നുണ ലോകത്ത് പറഞ്ഞു വരുത്തിയത്. എന്നിട്ട് അവർ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ പന്നി. ഇപ്പോൾ അതാണ് ഫാമിലൊക്കെ നല്ല ചെലവോടുകൂടെ ചുടപ്പം പോലെ വിറ്റേക്കപ്പെടുന്നത്. അപ്പൊ ആ ഒരു സംഗതി ഇവിടെ മാറും. വയളഉൽ ജിസിയ, നികുതി സംവിധാനം എടുത്തു മാറ്റും. പിന്നെ ആരും ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. നല്ല നീതിപൂർണമായ ഭരണല്ലേ, ആ സംവിധാനം എടുത്തു മാറ്റും. വയത്റുകു സ്വദഖ ഫലാ യുസ്അ അലാ ശാത്തിൻ വലാ ബഈർ, സകാത്ത് എന്ന വിഷയം ഉപേക്ഷിക്കപ്പെടും. എന്നാൽ ആ നിയമം എടുത്തു മാറ്റുന്നല്ല, ആ രൂപത്തിൽ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ച് അത് വാങ്ങാനും പിരിക്കാനും കൊടുക്കാനും വാങ്ങാനും ആളെ കിട്ടൂല. ആ വാക്ക് വിശദീകരിച്ചത് അങ്ങനെയാണ്. ഹദീസിൽ ആ വാചകം വിശദീകരിച്ചത് മഹാന്മാര് പറഞ്ഞു, പണ്ഡിതന്മാര് പറഞ്ഞു, സക്കാത്ത് സ്വതക്ക ഒഴിവാക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ജനങ്ങൾ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ച് ഇനി എവിടെയും സക്കാത്ത് വാങ്ങാൻ ആളുകൾ ഇല്ലാത്ത രൂപത്തിൽ ഒരു അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സക്കാത്ത് വാങ്ങാൻ എമ്പാടും ആളുടെ കൊടുക്കാത്ത പ്രശ്നമുള്ളൂ. അല്ല, ഞാനങ്ങനെ പറഞ്ഞ നിങ്ങൾ ഇല്ലാന്ന് പറയും. കൊടുക്കാത്ത പ്രശ്നമുള്ളൂ പറഞ്ഞാൽ അതല്ലേ ശരി, അതാണ് ശരി. ഇപ്പൊ നമ്മളെ മിതാലൻ ഈ ടൗൺ എടുക്കുക, പേര് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ടൗൺ പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും തിരില്ലോ, നമുക്കല്ലേ. ഈ ടൗണിലുള്ള മുസ്ലിം വ്യാപാരികൾ ഒരു വർഷത്തിലെ കണക്ക് കൂട്ടിയിട്ട് അവരുടെ കച്ചവട ചരക്കിന്റെ വില പരിഗണിച്ച് അതിന്റെ 2.5% കൊടുക്കുകയാണെങ്കിൽ എത്ര ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കൂലേ? കാരണം വസ്തുവകകൾ കൂട്ടി നോക്കുമ്പോൾ വ്യാപാരികളുടെ കടയിൽ 50 ലക്ഷം വസ്തുക്കളുടെ കടലിൽ എവിടെ ഈ ടൗണിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. ഒന്ന് കറങ്ങി നോക്കി, എത്ര തട്ട ഒരു ടെക്സ്റ്റൈൽസിന്, എത്ര തട്ട, എത്രയാണ് ഒരു സൈഡിലുള്ള വസ്ത്രങ്ങൾ, എത്രയാണ് വേറുള്ളതൊക്കെ, എത്രയാണ്? അതിന്റെ വില കൂട്ടണം. അതിന്റെ ഫുള്ള് കൊടുക്കണോ?
10-1 കൊടുക്കണോ, 20-1 കൊടുക്കണോ? 2.5. എത്ര എളുപ്പമാണ് ഇസ്ലാം പറഞ്ഞ്. അങ്ങനെ കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? അത് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു അപേക്ഷ, ഇനി വലുത് കൂട്ടി നോക്കുമ്പോ, വലിയ വലിയ ടൗണുകൾ കൂട്ടി നോക്കുമ്പോ, ഉള്ളേരികൾ കൂട്ടി നോക്കുമ്പോ തീർത്തും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കൂലേ? നടക്കും. എത്ര ആൾക്കാർക്ക് തൊഴിൽ കിട്ടും? തൊഴിലിന്റെ ഉപകരണങ്ങൾ വാങ്ങാനുള്ള കാശ് കിട്ടൂലേ? കിട്ടും. ഒരാളല്ലല്ലോ, 2, 3, 4, 5 ആളുകൾ കൊടുക്കുമ്പോ നല്ലൊരു വിഹിതം ഉണ്ടാവില്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അന്ന് ദാരിദ്ര്യ രേഖക്ക് മുകളിലായിരിക്കും ലോകം. എന്ന് പറഞ്ഞാൽ വികസ്വര രാഷ്ട്രമല്ല, പിന്നെ ദാരിദ്ര്യ രാഷ്ട്രമല്ല, വികസിത രാഷ്ട്രമായിട്ട് ലോകത്തെല്ലാ ഭാഗവും. ആ മസ്ജിദുൽ അഖ്സന്റെ പരിസരം എന്നല്ല, ആലം മൊത്തം. നല്ല ഒട്ടകം, ചില ഹദീസിലൊക്കെ കാണാം, നല്ല യുവതികളായ നല്ല ചെറുചെറുക്കുള്ള ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ വഴിയോരത്തൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടാകും. ആ ഒട്ടകങ്ങളൊക്കെ എണ്ണി 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 പോകും. അതാരതാ ഒട്ടകങ്ങൾ? മറ്റേ അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കാൻ മുമ്പ് റെഡിയാണ്. പക്ഷെ അത് പിരിച്ചു കൊണ്ടുപോകാൻ പൊതുഖജനാവിൽ നിന്ന് ആരും വരൂല. കാരണം കൊടുക്കേണ്ട ആളുകൾ ഇല്ലാതായി. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, മഹാനവർകൾ 10 വർഷത്തിലധികം ഇസ്ലാമിക ഖിലാഫത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അന്ന് വിവിധ സ്ഥലങ്ങളിലുള്ള ഗവർണർമാര് അവരവരെ നാട്ടിൽ ഓരോ കണക്കെടുപ്പ് നടത്തിയിട്ട് അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കും ഓരോ വർഷം. അങ്ങനെ ഒരു വർഷം ചില നാടുകളിൽ നിന്നൊക്കെ കേന്ദ്രത്തിലേക്ക് അഥവാ മദീനയിലേക്ക് പണം അയക്കുന്നു, ഒട്ടകത്തെയും മറ്റോ കൊടുത്തയക്കുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം, എന്താ ഇങ്ങോട്ട് കൊടുത്തയക്കുന്നത്? അത് അവിടെ കൊടുക്കാനല്ലേ പറഞ്ഞു. അപ്പൊ അവരെ മറുപടി, അവിടെ വാങ്ങാൻ ആളില്ല. ഇസ്ലാമിന്റെ സമ്പൽ വ്യവസ്ഥ വിഭാവനം ചെയ്യുന്ന ഏറ്റവും പരിശുദ്ധമായ ഒരു സന്ദേശമാണ് സക്കാത്ത്. മുസ്ലിങ്ങളിൽ ഏറെ പേരും ബറക്കത്തുള്ളവരായി തീരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മുന്നോട്ട് നിർത്തേണ്ട ഒരു വിഷയം സക്കാത്താണ്. സുന്നത്തായ സ്വതക്കൊക്കെ കൊടുക്കും ആൾക്കാർ, റിലീഫിലേക്ക് കൊടുക്കും, മറ്റും സക്കാത്ത് കൊടുക്കൂല. അത് കൊടുക്കാനൊരു ഇതിങ്ങനെ കണക്ക് നിങ്ങൾ കൊടുക്കുമ്പോ എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കണക്ക് കിട്ടൂലേ? ആർക്കതിനെ കണക്കറിയാത്ത? ആർക്കതിനെ കണക്കും കാര്യവും അറിയാത്ത? ആർക്കാ? കാണുന്നവർക്കൊക്കെ അറിയില്ല എത്ര ഉണ്ട്. അപ്പൊ അത് ബറക്കത്ത് കുറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഹദീസിലുണ്ട്, മാ ഖാലത്തി സക്കാത്തു മാലൻ ഇല്ല അഹ്ലകതുഹു. സക്കാത്തിന്റെ അളവ് ഒരു സ്വത്തിനോട് കൂടി കലർന്നാൽ ആ സ്വത്തിനെ മുഴുവനും നശിപ്പിക്കുന്നതാണ്. ആ 2.5% ബാക്കിയുള്ള ശതമാനത്തിലേക്ക് ചേർന്നാൽ ഒക്കെ നശിപ്പിക്കും. അതെങ്ങനെ നശിപ്പിക്കല്? ചിലപ്പോൾ വെള്ളം കയറിയിട്ടായിരിക്കും, ചിലപ്പോ തീ പിടിച്ചിട്ടായിരിക്കും, ചിലപ്പോ ആരെങ്കിലും കട്ടുണ്ടായിട്ട്, ഇതൊക്കെ നശിപ്പിക്കലല്ലേ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്കോ മറ്റോ വന്നിട്ടായിരിക്കും. കോടിക്കണക്കിനല്ലേ? എന്ന് പറഞ്ഞാൽ കാര്യമാത്ര പ്രസക്തമായ സംഗതികൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായിത്തീരും. അതാണ് ഇപ്പോഴും ചില ആളുകൾക്കൊക്കെ, എല്ലാവർക്കും ചില ആളുകൾക്കൊക്കെ എത്ര വലിയ പുരോഗതി പ്രാപിച്ചിട്ടും മനസമാധാനം തകർന്ന ജീവിതമാണ് പലർക്കും ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും പോയിന്റും അവിടെയാണ്. സക്കാത്ത് അതിന്റെ കണക്കനുസരിച്ച് അവകാശികൾക്ക് കൊടുക്കാത്തതുകൊണ്ട്. ഇത്ര ചെറിയ ശതമാനമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു തആല ഒരു വിഷയത്തിൽ മനുഷ്യനെ പ്രയാസപ്പെടുത്തിയിട്ടില്ലല്ലോ. 24 മണിക്കൂറുണ്ട്. ആകെ നിസ്കാരം ഫർള് 17 റക്അത്തല്ലേ ഉള്ളൂ. കൂട്ടി നോക്കിയൊരു 17 മിനിറ്റ് അതല്ലേ ഉള്ളൂ. ബാക്കി മണിക്കൂറൊക്കെ നമുക്ക് ഫ്രീ അല്ലേ? അതൊക്കെ സുബൈക്കൊക്കെ ഒരു 3 റക്അത്താക്കിയ ആളുകൾ പറയില്ല, ഈ സുബൈക്കന്നെ 3 ആക്കണ്ടിന്ന്. 4 ആക്കിയ കൂടുതൽ വിമർശിക്കും. 2 ആക്കിയിട്ടുള്ളൂ. എളുപ്പല്ലേ മനുഷ്യൻ അല്ലാഹു തആല ചെയ്തൊക്കെ? എത്ര എളുപ്പ ദീൻ കാര്യങ്ങളുള്ള എളുപ്പം. രോഗം മൂർജിച്ച് വിഷമിക്കുന്ന ആള്, അയാൾക്ക് അസറിന്റെ സമയമാകുമ്പോ അടുത്ത രോഗം കാരണം, വിഷമം കാരണം നിസ്കരിക്കാനും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇസ്ലാം അയാളോട് പറഞ്ഞു, ളുഹറിന്റെ സമയത്ത് അസർ മുന്തിച്ചെമ്മാക്കി നിസ്കരിച്ചോട്ടെ. എത്ര എളുപ്പമുണ്ട് രോഗികൾക്ക്, എത്ര എളുപ്പമുള്ള മസരം. ഇശായിന്റെ സമയമാകുമ്പോഴേക്ക് അയാൾക്ക് എപ്പോഴും സ്വാഭാവികമായിട്ടും വേദന കൂടി വന്ന് ക്ഷീണം കൊണ്ട് തളർന്നു പോവുകയാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്ത് കുറച്ച് ഒരു മണിക്കൂറൊക്കെ നല്ല ശാന്തത, നല്ല അവസ്ഥ ഉണ്ടാവും. ഇശാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോഴത്തേന് ഇയാളെ പറ്റ ക്ഷീണിച്ച അവസ്ഥ മാറിപ്പോയെങ്കിൽ ആ മഗ്രിബിലേക്ക് തന്നെ ഇശാനും ചേർത്ത് മുന്തിച്ചമാക്കി നിസ്കരിക്കാം. എത്ര എളുപ്പമുണ്ട്. പോകുന്ന യാത്രക്കാർക്ക് എത്ര എളുപ്പമാണ്. ദീർഘദൂര യാത്ര നടത്തുന്ന യാത്രക്കാർക്ക് എത്ര എളുപ്പമാണ്.
4 2 തന്നു. ഇവിടുന്ന് ഇപ്പൊ ഒരു ദീർഘദൂര യാത്ര നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമല്ല, എളുപ്പമാണത്, വളരെ എളുപ്പമാണ്. 2 ആ 2 നിർവഹിക്കാൻ നിങ്ങൾക്ക് ഒരു കേന്ദ്രത്തിലെത്തിപ്പെടൂലെങ്കിൽ ഉള്ള വാഹനത്തിൽ വെച്ച് നിർവഹിച്ച് പിന്നെ ബാക്കിയുള്ളത് അതിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി മടക്കി നിസ്കരിച്ചാൽ മതി. പക്ഷെ എത്ര പേരുണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ മുന്നോട്ട് മേക്കോട്ട് തിരിഞ്ഞാറി 7-5 കഴിഞ്ഞാൽ തന്നെ കുറുക്കമ്പലി കേൾക്കാം. ഇന്നലെ ബാക്കി പിന്നെ അവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങാനായി നീച്ചത്. ആ പോകുന്ന 3 മണിക്കൂർ 2 മണിക്കൂറിൽ ഒരു 4 റക്അത്ത് 2 ജമ്മാക്കി നിസ്കരിക്കാൻ, അല്ലെങ്കിൽ 3 2 5 ജമ്മാക്കി നിസ്കരിക്കാൻ കുറഞ്ഞ ടൈം മതി ഇരിക്കുന്നിടത്ത് തന്നെ. അതൊക്കെ ആളുകൾ അതൊക്കെ വേണ്ടാന്ന് വെക്കുകയാണ്. അന്നത്തെ ആ അവസ്ഥയിലേക്ക് വരുമ്പോ അന്ന് സക്കാത്ത് സ്വീകരിക്കാൻ തന്നെ ആളുകളില്ലെങ്കിൽ ഇവരെ സ്വതക്കൊടുത്താരെ വാങ്ങോ? ആരും വാങ്ങൂല. മഹാനവർകൾ വിദ്വേഷങ്ങൾ, പരസ്പര പകകൾ അതെല്ലാം ഉയർത്തപ്പെടും, അതൊക്കെ പോകും. ആളുകൾ നല്ല സമാധാനത്തിനും സ്നേഹത്തിലായിരിക്കും. ആളുകൾ പറയുന്നത് ജീവിച്ചെങ്കിൽ നന്നായിരുന്നേനെ എന്നൊക്കെ. അന്ന് പകല്ല, അന്ന് വിദ്വേഷങ്ങളില്ല, പരസ്പര കോപങ്ങളില്ല, അതൊക്കെ ഉയർത്തപ്പെടും. അതില്ലാത്ത ഒരു പരുവമാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉമ്മത്തിനെ ഒന്നുകൂടി പരിഷ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശരീഅത്തനുസരിച്ച് നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥ, പകയും വിദ്വേഷവും ഇല്ലാത്തൊരവസ്ഥ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? 1-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാർത്തെടുത്ത സ്വഹാബ, 1,24,000-ൽ പരം വരുന്ന സ്വഹാബത്തിൽ ഒരാളോടും ഒരു ചെറിയ കുശുമ്പോ കുറുമ്പോ ഗമയോ ഗർവോ ഒന്നുമില്ല. അത്രയും. അതുകൊണ്ടാണ് അസ്ഹാബി കന്നുജൂം എന്ന് പറഞ്ഞത്. എന്റെ സ്വഹാബ നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ പിന്നാലെ നടന്നാലും ലക്ഷ്യത്തിലെത്താൻ പറ്റും. ആരെ പിന്തുടർന്ന് ജീവിച്ചാൽ. വിവിധ സ്വഹാബത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 4 മദ്ഹബുള്ളത്. എല്ലാ മദ്ഹബും ഒരേ സ്വഹാബത്തിനെ ഫോളോ ചെയ്തിട്ടല്ല, പക്ഷെ 4 മദ്ഹബും ഹഖാണ്. അതാണ് തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഓരോ മഹാന്മാര് ഓരോ സ്വഹാബത്തിന്റെ വഴിക്ക് നീങ്ങിയിട്ട് നിയമങ്ങൾ പറയും. ആ നിയമങ്ങളൊക്കെ ഹക്കാണ്, എവിടെത്തിയാലും സത്യത്തിലെത്തിച്ച്. കാരണം എല്ലാവരുടെയും റൂട്ട് ക്ലിയർ ആണ്. ഒരു സ്വഹാബിക്ക് വേറെ സ്വഹാബിയോട് പഴയ കാലത്ത് എന്തായിരുന്നു? ഗോത്രങ്ങൾ തമ്മിൽ സംഘടനകൾ ഒന്ന് നോക്കിയാൽ അടിയായിരുന്നു. 1 വർഷം നീണ്ടു നിൽക്കും നോക്കിയതിന്. ബാക്കിയുള്ളതിനൊക്കെ പിന്നെ വർഷങ്ങൾ കൂടും. അന്നൊന്ന് നോക്കി ചിരിക്കണമെങ്കിൽ റജബാകണം, അല്ലെങ്കിൽ അതുപോലെയുള്ള ബാക്കിയുള്ള യുദ്ധം ഹറാമായ മാസങ്ങളാകണം ചിരിക്കണമെങ്കിൽ. ഇപ്പൊ അതേ അവസ്ഥയിലുള്ള ആളുകൾ ഒന്ന് റെഡിയാണെങ്കിൽ റമദാനാണ് അല്ല, ഇപ്പൊ അങ്ങനെ പറയില്ലേ? പറയും. ഈ ഒരു അവസ്ഥ മാറിയിട്ട് വിദ്വേഷങ്ങൾ, പകകൾ, പോരുകളൊക്കെ ഉയർത്തപ്പെടും. നല്ല സന്തോഷത്തിലായിരിക്കും. വിഷമുള്ള ജീവികളുടെ വിഷങ്ങളൊക്കെ പോകും. അന്ന് വിഷമുള്ള ഒറ്റ ജീവി ഉണ്ടാവില്ല. ഓരോന്നിങ്ങനെ കേൾക്കും നമുക്ക് അന്നത്തെ കാലത്തേക്ക് പോകാൻ തോന്നല്ലേ. അന്ന് വിഷമുള്ള ഒറ്റ ജീവി ഉണ്ടാകൂല, ഒരു പാമ്പുണ്ടാകൂല. ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് കുട്ടികൾ പാമ്പുകളെ കൊണ്ട് ഇങ്ങനെ കളിക്കും. വലിയ വലിയ പാമ്പുകളെ കൊണ്ട് കുട്ടികളിങ്ങനെ കളിക്കും. ആ പിടി ഒരു പാമ്പ്, അടുത്ത പാമ്പ്. ഈ പാമ്പിന് വിഷനെ അടുക്കുവോ? അടുക്കാൻ ഉണ്ടാകും ആള്, പിന്നെ അടുക്കല്. വിഷങ്ങളൊക്കെ ഒഴിവാക്കപ്പെടും. അതേപോലെ ഹദീസിൽ പറയുന്ന ഒരു കുട്ടി പാമ്പിന്റെ തൊള്ളയിൽ കൈയിടും, പക്ഷേ ഫലാ തദുറുഹു, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ പാമ്പുകളെ തൊള്ളയിൽ കൈയിടുന്ന പാമ്പൊന്നും ഇങ്ങനെ ഊതിയാ മതി, അപ്പോഴേക്ക് ആള് പണിയായി പോകും. ഒരു ചെറിയ കുട്ടി ഒരു സിംഹത്തെ തെളിച്ചു കൊണ്ടുപോകും. തിരിച്ചതൊന്നും ചെയ്യൂല. അന്നൊക്കെ സൗഹൃദത്തിന്റെ കാലാണ്. ചെന്നായ ആടുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകും, കാവൽക്കാരെ പോലെ. ഈ ആടുകൾക്കുള്ള കാവൽക്കാരായി നായ്ക്കൾ ഉണ്ടാകലുണ്ട്, വളർത്തു നായ്ക്കൾ. അതേ രൂപത്തിലായിരിക്കും ചെന്നായകൾ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്ത് കാണാം, അന്ന് ഭൂമിയിൽ മൊത്തം സുരക്ഷിതത്വമാണ്. ഭൂനിവാസികൾക്ക് മൊത്തം അഭയം, സുരക്ഷിതത്വം, സമാധാനം. ഒട്ടകത്തിന്റെ കൂടെ സിംഹങ്ങൾ ഉണ്ടാവും. ഒട്ടകങ്ങൾ ഇങ്ങനെ മേയുമ്പോ അതിന്റെ ഇടയിലൂടെ സിംഹങ്ങൾ മേഞ്ഞു നടക്കും. പശുക്കളെ കൂടെ പുലികൾ മേയുണ്ടാകും. ഇവിടെ പുലി ഇറങ്ങി, പുലി ഒന്നിനെ അവിടെ ഇങ്ങനെ കൊന്നു, ഇവിടെ ഇങ്ങനെ ശരിയാക്കിയുള്ള ഹോട്ടലിലെ കാണല് അന്ന് ഉണ്ടാവില്ല.
ആവർത്തിച്ച് കാണുന്നില്ലേ? പുലി അവിടെ കയറി ആടിനെ ശരിയാക്കി, പശുവിനെ ശരിയാക്കി, പോത്തിനെ ശരിയാക്കി, ലാസ്റ്റ് പുലിയെ കെണിയിൽ പിടിച്ച് ബഹുമാന പുരസ്സരം കൊണ്ടുപോയിട്ടു എന്നതിൽ കാണല്ല നമ്മള്. പക്ഷെ അന്ന് അങ്ങനല്ല, അന്ന് നല്ല സുരക്ഷത്തിന്റെ അവസ്ഥയാണ്. ഈ രൂപത്തിലാണ് അന്ന് ലോകത്തുള്ള അവസ്ഥ എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞു. പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കും പോലെ ഭൂമി മൊത്തം സമാധാനമായിരിക്കും, നല്ല സന്തോഷകരമായിരിക്കും അന്നത്തെ. അന്നൊക്കെ ഒറ്റ വചനം മാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? അന്നിവിടെ ആരാധന റബ്ബിന് മാത്രമേ ഉള്ളൂ. ചില റിപ്പോർട്ടിൽ വണങ്ങുന്നത്, സാഷ്ടാംഗമർപ്പിക്കുന്നത്, സുജൂദ് ചെയ്യുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമായിരിക്കും. വേറെ ആർക്കും ആരാധന നിർവഹിക്കപ്പെടൂല. കുറ്റങ്ങള്, ശത്രുതകള്, അതുപോലെ തന്നെ യുദ്ധങ്ങളതൊക്കെ ഒഴിവായി പോയി. ഖുറൈശികൾ അവരുടെ അധികാരം കഴിയും. ഖുറൈശികൾക്ക് വലിയൊരു അധികാരം ഉണ്ടായിരുന്നു, അധികാരമൊക്കെ അവർ ഒഴിഞ്ഞുകൊടുക്കും, വേണ്ട എന്ന് പറയും. ഹദീസിൽ പറയുന്നു, ഭൂമി മൊത്തം ഒരു വെള്ളിപ്പാത്രം പോലെയാകും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വിശുദ്ധിയാണത്. ആ ഭൂമിയിൽ എന്തെല്ലാം മുളക്കണമോ എല്ലാം മുളക്കും. ഭൂമി ശുദ്ധി കലശം ചെയ്തു, മനുഷ്യന്മാരൊക്കെ നന്നായില്ലേ, അപ്പൊ ഭൂമി നന്നായി. അങ്ങനെയാണ്, മനുഷ്യന്മാര് നന്നായിട്ടില്ലേ ഭൂമി നന്നാകൂല. നിങ്ങൾ കൊച്ചിയിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇടക്കൊന്ന് പോകണം, നാടൊക്കെ കാണണ്ടേ. കൊച്ചിയിൽ പോയിട്ട് ഷിപ്പ്യാർഡ് പോയി നോക്കണം. അവിടുത്തെ കടലിന്റെ കളറേ കാണാൻ ശരിക്കും. കുറച്ച് വെള്ളം എടുത്തൊന്ന് വാസം ചോദിക്കും, ദുർഗന്ധം വമിക്കുന്ന വെള്ളം, കടൽ കിലോമീറ്ററുകളോളം. അങ്ങനെ കുറച്ചങ്ങോട്ട് യാത്ര ചെയ്താൽ നമ്മൾ ഇതുവരെ കണ്ടത് മഞ്ഞ, അതിന്റെ അപ്പുറം കണ്ടത് ഒരു വേറൊരു കളറ്. വേറെ കളർ, യഥാർത്ഥ വെള്ളത്തിന്റെ കളർത്ത്. ആരാ അവിടേക്ക് മുഴുവൻ ഇങ്ങനെ ഒഴുക്കി വിടുന്നത്? ഈ വേസ്റ്റും ഈ ചളിയും ഈ ചെറും മൊത്തം അങ്ങോട്ട് ഒഴുക്കി വിട്ടത് മലീമസമാക്കിയതാരാ? മനുഷ്യന്മാരല്ലേ. ആ മനുഷ്യന്മാരെ കൊണ്ട് ക്ലീൻ ചെയ്താ പിന്നെ നാടും ക്ലീനായി, മൊത്തം ക്ലീനായി. അതാ ഭൂമി മൊത്തം കഫാദൂരിൽ ഫില്ലത്തി, ഒരു വെള്ളിപ്പാത്രം പോലെ ഉണ്ടാവും. വെള്ളിപ്പാത്രം കണ്ടാൽ മനസ്സിലാവൂലേ? നല്ല തിളക്കുണ്ടാവൂലേ, നല്ല പരിശുദ്ധി ഉണ്ടാവൂലേ? രണ്ടുണ്ട് ഉദ്ദേശം. നല്ല പരിശുദ്ധി ഭൂമിക്ക്, എവിടെയും പൊട്ടലും ചീറ്റലൊന്നുമില്ല. അതുപോലെ തന്നെ നജസുകൾ, മാലിന്യങ്ങൾ, അനാവശ്യങ്ങളൊന്നുമില്ല. വിശുദ്ധമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളായിരുന്നു ഭൂമിയിൽ. അതേ ഉൽപ്പന്നങ്ങൾ മുളച്ചു വരും. എന്നിട്ട് പറയുന്നു, നമ്മൾ ഈ റൂമിൽ നിറയുള്ള ആളുകൾക്ക് ഒരു കുല മുന്തിരി മതി. ഒരു കൂട്ടം ആൾക്കാർ ഒരു കുല മുന്തിരി എന്നപ്പോ നമുക്ക് തരും. അന്നേ ഒരു കുല മുന്തിരിയിൽ ഒരു കൂട്ടം ആളുകൾ അവരൊരുമിച്ച് കൂടി ഭക്ഷിക്കും. തികയും. എന്നിട്ട് പറഞ്ഞു, അതവർക്ക് പള്ള നിറയും. റുമ്മാന, ഒറ്റ റുമ്മാനിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടും. ഫതുഷ്ബിഅഹും, അതവർക്ക് വയറുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലെ ഒരു റുമ്മാൻ പഴം ഒരു കുടുംബത്തിന് മൊത്തം വിശാലമാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തികയുന്ന പറഞ്ഞു സ്വർഗത്തിലെ ഒരു റുമ്മാൻ. അതിന് ഒരു മോഡൽ മാത്രമേ ഇവിടുത്തിനുണ്ടാവുള്ളൂ. ഏതാ? ആ കളറ് മാത്രം. ബാക്കി ഒന്നും ഇവിടുത്തെ രൂപത്തിലല്ല. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി വെച്ചതാണ്. ഒരു കളർ കാണുമ്പോൾ നമ്മൾ പറയല്ലോ, അത് റുമ്മാനാണ്, ഇത് മറ്റേതാണ്. അതിനു വേണ്ടി പുറത്തുള്ളത് മാത്രം, തൊലി മാത്രം. ഉള്ളിലുള്ളതും അതിന്റെ ടേസ്റ്റും അതിന്റെ നീരും അതിന്റെ രുചിയൊന്നും ഇവിടുത്തേതല്ല. മാറ്റം. ഇവിടെ നിന്ന് കുറെ എണ്ണം കഴിച്ചാലേ പിന്നെ കണ്ണാടി തൂക്കിയൊരു കറ കാണും. അവിടെ നിന്ന് അല്ലേ, കൈ ഇങ്ങനെ തൊലിയൊക്കെ പൊളിച്ചാൽ കൈമ അടയാളുണ്ടാവില്ല, അതുണ്ടാവില്ല അവിടെ. അങ്ങനെ ഒന്നിലുണ്ടല്ലോ, എല്ലാം മാറ്റം. ഒന്നിന് മാത്രം സാമ്യത ഉണ്ടാവും. അതേതാ? തിരിച്ചറിയാൻ വേണ്ടി ആ കളർ മാത്രം. ആപ്പിളൊക്കെ നമ്മളെ ഈ ആപ്പിളിന്റെ കളറിനെ ഉണ്ടാക്കാം. വലുപ്പം അതല്ല, രുചിയോ അതല്ല, ബാക്കിയൊന്നും അതല്ല. ഇവിടെ ആപ്പിളൊന്ന് മുറിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞാലേ നിറം മാറിയല്ലോ. നമ്മൾ വാങ്ങി മുറിച്ചുമ്പോ നല്ല കളറേന്നല്ലോ, അപ്പൊ എന്താ മഞ്ഞ കുറച്ച് കഴിയുമ്പോൾ കറുത്ത് നന്നായിട്ട് അല്ലേ. അപ്പൊ ആളുകൾ ഇങ്ങോട്ട് ക്ലീൻ ആകുമ്പോ അതൊക്കെ ക്ലീൻ ആകുകയും മനുഷ്യന്മാരെ മനസ്സും ശരീരവും സ്വഭാവമൊക്കെ നന്നാകണം.